നമസ്കാരം. അഫ്ഗാനിസ്ഥാനിൽ 2021 താലിബാൻ ഭരണം തിരികെ വന്നതിന് ശേഷം അവിടെ ഏറ്റവും അധികം ദുരിതം അനുഭവിക്കുന്നത് മുൻ കാലഘട്ടങ്ങളിലെ പോലെ സ്ത്രീകൾ തന്നെയാണ്. സ്ത്രീകൾ വിദ്യാഭ്യാസം നടത്തുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ താലിബാൻ സർക്കാരിനോ താലിബാൻ്റെ നേതാക്കൾക്കോ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഇപ്പോൾ സ്ത്രീകൾക്ക് ഉന്നത വിദ്യാഭ്യാസം നടത്തുന്നതിന് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. സ്ത്രീകൾക്ക് ഇനി കോളേജിലൊന്നും തന്നെ പഠിക്കാൻ കഴിയുകയില്ല. അഫ്ഗാനിസ്ഥാനിൽ സ്കൂളിൽ മാത്രം പഠിക്കാം. അത് കഴിഞ്ഞിട്ട് അവർ പോകേണ്ടത് മതപാഠശാലകളിലേക്കാണ് എന്നാണ് പുതിയ തീരുമാനം. നിർബന്ധമായും എല്ലാ സ്ത്രീകളും മതപാഠശാലയിൽ പോയി പഠിച്ചിരിക്കണം. 2021 ഇവർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഗ്രാജുവേഷനോ പോസ്റ്റ് ഗ്രാജുവേഷനോ ഒക്കെ എടുത്തിട്ടുള്ള അല്ലെങ്കിൽ PhD എടുത്തിട്ടുള്ള ആളാണെങ്കിൽ പോലും ഒരു സ്ത്രീ ആണെങ്കിൽ അവർ നിർബന്ധമായും മതപാഠശാലയിൽ പോയി പഠിച്ചിരിക്കണം എന്നാണ് ഇവരുടെ ഉത്തരവ്. മാത്രമല്ല അവിടെ പോയി പഠിക്കുന്നതിന് ചെറിയൊരു പ്രതിഫലവും ഇപ്പോൾ സ്ത്രീകൾക്കായി നൽകുന്നുണ്ട്. അഫ്ഗാനിലെ 1000 രൂപയാണ് ഒരു കുട്ടിക്ക് ഇതിനായി നൽകുന്നത്. മുതിർന്നവർ പോലും മതപഠന ക്ലാസ്സുകളിൽ പോയി പഠിക്കണം എന്നാണ് സർക്കാരിൻ്റെ കർശന ഉത്തരവ്. ഇതനുസരിച്ചില്ലെങ്കിൽ സർക്കാരിൽ നിന്നുള്ള ഒരു സഹായവും നിങ്ങൾക്ക് ലഭിക്കുകയില്ല എന്നാണ് താലിബാൻ സർക്കാർ അവിടുത്തെ സ്ത്രീകളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിർബന്ധമായി എല്ലാവരും ഈ ക്ലാസ്സുകളിൽ പങ്കെടുക്കേണ്ടതുണ്ട്. മാത്രവുമല്ല, ഈ മതപഠന ക്ലാസ്സുകളിൽ പങ്കെടുത്ത് അവിടെ വിജയിച്ചിട്ടുള്ള ആളുകൾക്കാണ് ഇപ്പോൾ അവിടെ ജോലി ലഭിക്കാനും മറ്റും ഏറ്റവും അധികം മുൻഗണന ലഭിക്കുന്നത്. പല വിദ്യാലയങ്ങളിലെയും യോഗ്യരായ, അതായത് ഗ്രാജുവേഷൻ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ ഉള്ള അധ്യാപകരെ പോലും ഇതിനോടകം പിരിച്ചുവിടുകയും പകരം ചില കൗമാരക്കാരെ പോലും, അതായത് ഈ മതപാഠശാലകളിൽ വിദ്യാഭ്യാസം നടത്തിയ ആളുകളാണ് പകരമായി അവിടെ ഇപ്പോൾ അധ്യാപകരായി നിയോഗിച്ചിരിക്കുന്നത്. ഇത് അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകളുടെ അവസ്ഥ എത്രത്തോളം ശോചനീയമാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളൊന്നായി മാറുകയാണ്. പ്രമുഖ അന്തർദേശീയ മാധ്യമമായ ഗാർഡിയൻ ഇതുമായി ബന്ധപ്പെട്ടൊരു പഠനം നടത്തിയിരുന്നു. അന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അഫ്ഗാനിസ്ഥാനിൽ സ്ത്രീകളെ ലക്ഷ്യമിട്ട്, അതായത് സ്ത്രീകൾ ഒരു കാരണവശാലും സമൂഹത്തിൻ്റെ മേൽത്തട്ടിൽ വരാനോ സമൂഹത്തിലെ അധികാര കേന്ദ്രങ്ങളുമായി അടുക്കാനോ ഒന്നും തന്നെ കഴിയാത്ത തരത്തിൽ അവരെ വെറും മതപഠനശാലയിൽ മാത്രം ഒതുക്കി സ്ത്രീകളെ സ്കൂളുകളിൽ മാത്രം പഠനം പൂർത്തിയാക്കിയതിന് ശേഷം ഇത്തരത്തിലുള്ള മതപാഠശാലകളിൽ പോയി പഠിച്ച് വെറുതെ വീട്ടിലിരിക്കുക എന്നുള്ളതാണ് ഈ താലിബാൻ ഈ നടപടിയിലൂടെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇതനുസരിക്കാതിരിക്കാൻ അവിടുത്തെ സ്ത്രീകൾക്ക് കഴിയുകയുമില്ല. കാരണം ഇവർ നൽകുന്ന സാമ്പത്തിക സഹായവും അതുപോലെ ഇനി മുതൽ അവിടെ പഠിക്കാൻ പോയില്ലെങ്കിൽ യാതൊരു തരത്തിലുമുള്ള സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുകയില്ല എന്നുള്ള താലിബാൻ്റെ ഭീഷണിയും തന്നെയാണ് പലരെയും ഇതിലേക്കായി നയിക്കുന്നത്. ഗാർഡിയൻ ദിനപത്രത്തിൻ്റെ പ്രതിനിധികൾ ഈ സർവേയുടെ ഭാഗമായി അവിടെ കണ്ടുമുട്ടിയ സ്ത്രീകളുടെ പലരുടെയും കഥ നമ്മെ ഞെട്ടിപ്പിക്കുന്നതാണ്. താലിബാൻ 2021 വീണ്ടും അധികാരത്തിലെത്തുന്നതിന് മുമ്പ് വളരെ ഉന്നതമായ വിദ്യാഭ്യാസം നേടിയിരുന്ന പല സ്ത്രീകളും അവർക്കൊന്നും ചെയ്യാൻ കഴിയാതെ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. പിന്നെ തങ്ങൾക്ക് ആളുകളെ കാണാനെങ്കിലും മറ്റ് സ്ത്രീകളെ കാണാനെങ്കിലുള്ള ഒരു അവസരമായിട്ടാണ് ഇതവർ കണക്കാക്കുന്നത്. മാത്രമല്ല, ഈ പാഠശാലകളിൽ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥിനികൾ നിർബന്ധമായും അവരുടെ തല മുതൽ പാദം വരെ മൂടുന്ന വസ്ത്രങ്ങൾ ധരിച്ച് വേണം അവിടേക്ക് പോകാൻ എന്നുള്ള കർശന നിർദ്ദേശവുമുണ്ട്. ഈ മതപാഠശാലകളിൽ വിദ്യാർത്ഥികളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ചാണ് അധ്യാപകർക്ക് പ്രതിഫലം നിശ്ചയിക്കുക. അങ്ങനെ നോക്കുമ്പോൾ ഈ അധ്യാപകർ പലരും വിദ്യാർത്ഥികളെ ഒരുപാട് പ്രലോഭനങ്ങൾ നൽകി, അതായത് നിങ്ങൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ നൽകാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ സ്കൂളുകളിലേക്ക് എത്തിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അവിടെ എത്തുമ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് ഇതൊക്കെ തന്നെ പൊള്ളയ വാഗ്ദാനങ്ങളായിരുന്നു എന്നും ഈ അധ്യാപകന് ശമ്പളം കൂടുതൽ കിട്ടാൻ വേണ്ടി തങ്ങളെ ഇരാക്കുകയായിരുന്നു എന്നും സ്ത്രീകൾ മനസ്സിലാക്കുന്നത്. ഏതായാലും അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു പ്രതിസന്ധി തന്നെ സൃഷ്ടിക്കും എന്നുള്ളത് ഉറപ്പാണ്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് നേരത്തെ മറ്റ് രാജ്യങ്ങളിലേക്ക് പോയ സ്ത്രീകൾ പലരും രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അവിടെ ഉന്നത വിദ്യാഭ്യാസമൊക്കെ ലഭിച്ച് അവർ നല്ല നിലയിൽ ജീവിക്കുകയായിരിക്കും. പക്ഷേ അവർക്ക് അവരുടെ ബന്ധുക്കളെയൊന്നും ഒരിക്കലും ഇനി കാണാൻ ഇങ്ങോട്ട് വരാനൊന്നും തന്നെ പറ്റാത്തൊരവസ്ഥയാണ്. വന്നു കഴിഞ്ഞാൽ ഈ താലിബാൻ ഭരണകൂടം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്ന് ആർക്കും പറയാൻ കഴിയുകയില്ല. വിദേശത്ത് ഉന്നത ജോലിയിരിക്കുന്ന സ്ത്രീ നാട്ടിലെത്തിയാൽ നിങ്ങൾ നിർബന്ധമായും മതപാഠശാലയിൽ പോകണമെന്ന്, ഇനി തിരിച്ച് വിദേശത്ത് പോകാൻ പാടില്ല എന്നും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ പോകാൻ കഴിയുകയില്ല. ഇത് വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഒരുപാട് പേർ മറ്റു രാജ്യങ്ങളിലേക്ക് വ്യാജ രേഖകൾ ചമച്ച് പോലും രക്ഷപ്പെടുന്നതിൻ്റെ പിന്നിലെ കഥ ഇതാണ്. പക്ഷേ അവിടുത്തെ സ്ത്രീകളുടെ കാര്യം അത് ദയനീയമാണെന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. കാരണം സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകേണ്ട കാര്യമില്ല എന്ന താലിബാൻ്റെ ഈ നീക്കത്തിനെതിരെ ലോകരാഷ്ട്രങ്ങൾ ആരും തന്നെ ഇനിയും ശക്തമായ തോതിൽ പ്രതികരിച്ചിട്ടില്ല. സ്ത്രീകൾക്ക് വേണ്ടി എത്രയോ സംഘടനകൾ ലോകത്തുണ്ട്, അവരാരും തന്നെ ഇക്കാര്യത്തിൽ മുന്നിട്ടിറങ്ങുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ശോചനീയമായ അവസ്ഥ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടുത്തെ മതപാഠശാലയിലെ കുട്ടികൾ പഠിക്കുന്ന പുസ്തകങ്ങളെല്ലാം തന്നെ പാകിസ്ഥാനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതാണ്. ഈ പുസ്തകങ്ങളിലെല്ലാം അടങ്ങിയിരിക്കുന്നതിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് പോലും മനുഷ്യനെ അങ്ങേയറ്റം മതമൗലികവാദികളാക്കുന്ന തരത്തിലുള്ളതാണ് എന്നുള്ള ആക്ഷേപവും ഉയരുന്നുണ്ട്.